എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ എടുക്കാച്ചരക്കിനെ വലിച്ചെറിയാത്തത്? എന്തുകൊണ്ടാണ് CIT INTSO ഇത്രയും തൊഴിലാളി വിരുദ്ധ പ്രസ്ഥാനം നടത്തിയ രാഷ്ട്രീയ വിരുദ്ധനെ തടയുന്നില്ല? സോഷ്യൽ മീഡിയയിലൂടെ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ഈ പൊളിറ്റിക്കൽ ബഫൂണിനെ എന്തിനാണ് മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടു നടക്കുന്നത്? INTCക്കാർ എന്തുകൊണ്ട് ഇയാൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇയാളെ തടയണേ? താൻ പറഞ്ഞതിന് തെറ്റ് ഇവർ ഖരാബയൊക്കെ ചെയ്യുമല്ലോ ട്രേഡ് യൂണിയൻ മുതലാളിമാരെ അല്ല ഇതുപോലുള്ള മനുഷ്യരെ കൂടെ നിന്നിട്ട് ചതിക്കുന്ന മനുഷ്യരെ അവര് ഖരാബ് ഇയാൾ താൻ പറഞ്ഞത് തിരുത്തിയിട്ട് താൻ പോയാൽ മതി എന്ന് പറയണം. സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ, കേരളത്തിലെ ട്രേഡ് യൂണിയൻ പണിമുടക്കുകളെ സംഘടിത സ്വേച്ഛാധിപത്യം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ശശി തരൂർ MP ഒരു രൂക്ഷമായ വിമർശനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരം ഹർത്താലുകളൊക്കെ അസംഘടിത ഭൂരിപക്ഷത്തെ ബന്ദികളാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് അതിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഈ വിഷയം നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? ഞാന് ഒരു കുറച്ചൊരു മോശമായ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം. വാട്ട് ഹി ഈസ് ഡൂയിങ് ഈസ് പൊളിറ്റിക്കൽ മാസ്റ്റർബേഷൻ, നത്തിങ് മോർ നത്തിങ് ലെസ്. അതാണ് അയാൾ ചെയ്യുന്നത്. അതായത് ഫെബ്രുവരി 12 നടന്ന ഭാരത ബന്ദിനെ ഓർഗനൈസ്ഡ് ടിറണി ഓവർ അൺഓർഗനൈസ്ഡ് മെജോറിറ്റി എന്നയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് അസംഘടിതമായ ഭൂരിപക്ഷത്തിന് മേൽ സംഘടിതമായ ന്യൂനപക്ഷം നടന്ന ഭീകരവാഴ്ച. തൊഴിലാളികളാണ് ഇന്ത്യയിലെ മോർ ദാൻ 85% കൂടുതൽ തൊഴിലാളികളാണ്. അപ്പൊ ഈ തൊഴിലാളികളെ ബാധിക്കുന്നതാണ് പ്രശ്നം. അതിനെക്കുറിച്ചാണ് തൊഴിലാളി സംഘടനകൾ ആൾ ഇന്ത്യ ലെവലിൽ സമരം നടത്തിയത്. അതൊരു പക്ഷെ നല്ലോണം വിജയിച്ച കേരളത്തിലായിരിക്കും. അവർ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്, അപമാനമല്ല ഉണ്ടാകേണ്ടത്. കാരണം ബന്ദ് കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇത്തരം സമ്മർദ്ദ രാഷ്ട്രീയത്തിന് പുറത്തേക്ക് ഇന്ത്യ പോയി കഴിഞ്ഞാൽ തരൂര് പറയുന്നത്. ഇന്ത്യ എവിടെയോ പോയി എന്നാ പറഞ്ഞത്. ഇന്ത്യ ഇസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് പൂറസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ഇത് ദരിദ്ര രാജ്യമാണ്. 24 കോടി ജനങ്ങൾ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ 24 കോടി ജനങ്ങൾ ഒരു ദിവസം 33 രൂപ വരുമാനത്തിന് താഴെ ജീവിക്കുന്ന മനുഷ്യരുടെ ലോകത്താണ് ശശി തരൂർ പറഞ്ഞ ഇന്ത്യ എവിടെയോ പോയി കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? കേരളത്തിൽ നിന്നും വ്യവസായശാലകൾ ഒഴിഞ്ഞു പോയെന്നും യുവാക്കൾക്കും സംരംഭകർക്കും വേണ്ടി വേണ്ടാതായ സ്ഥലമായി കേരളം മാറി. അവർക്കൊന്നും വേണ്ട. യുവാക്കൾ മുഴുവൻ വെളിയിൽ പോവുകയാണ്. യുവാക്കൾ വെളിയിൽ പോകുന്ന ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ കൂടുതൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആളുകൾ പോകും. അത്രയല്ലേ ഉള്ളൂ. ശശി തരൂര് കോൺഗ്രസിൽ നിന്ന് BJP പോകാൻ പോയത് എന്തിനാണ്? ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് വിചാരിച്ചല്ലേ? കിട്ടാത്തതുകൊണ്ട് തിരിച്ച് വീണ്ടും അവിടെ നിൽക്കുന്നില്ലേ ഉള്ളൂ. മനുഷ്യന് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കണ്ടോണ്ടല്ലേ ഈ മരുന്നുകൾ മുഴുവനും. ഇവിടത്തേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കേരളത്തിന് പുറത്ത്. പണ്ട് ബോംബെയിൽ പോകുമായിരുന്നു, ഇപ്പൊ ബോംബെ അല്ല, കുറെ കൂടെ വെളിയിൽ പോകും. അത് മനുഷ്യ സഹജമല്ലേ? അത് മനുഷ്യ സഹജമല്ലേ? സോഷ്യൽ മീഡിയയിൽ മാത്രം രാഷ്ട്രീയ സാമൂഹ്യ അസ്തിത്വമുള്ള, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എങ്ങോട്ടും ചായുകയും ചരിയുകയും ചെയ്യുന്ന ശശി തരൂർ എന്ന ഈ പൊളിറ്റിക്കൽ പ്ലേ ബോയ് ചില കാര്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ അതിലൊന്ന് ഇതാണ്: നിങ്ങൾ ഇന്നോളം നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കാൾ അർത്ഥപൂർണമായിരുന്നു ഫെബ്രുവരി 12 തൊഴിലാളികളുടെ പ്രതിഷേധ സമരം. നിങ്ങൾ ഇന്നോളം എഴുതിയ പുസ്തകങ്ങളെക്കാൾ അർത്ഥപൂർണമായിരുന്നു ആ പ്രതിഷേധ സമരത്തിൽ കേട്ട ഓരോ മുദ്രാവാക്യവും. നിങ്ങളെക്കാൾ രാഷ്ട്രീയ സത്യസന്ധത രാഷ്ട്രീയ നാടകങ്ങളുടെ സൂത്രധാരകർക്ക് പോലും ഉണ്ട്. ഇനി പുള്ളി പറയുന്ന ന്യൂനപക്ഷങ്ങൾ ആരാണെന്ന് നോക്കാം. ന്യൂനപക്ഷങ്ങളാണല്ലോ ഈ ഭൂരിപക്ഷത്തിനെ ഇങ്ങനെ തടങ്കലിൽ വെച്ചു എന്നൊക്കെ പറയണത്, ടിറണി നടത്തി എന്നൊക്കെ പറയണത്. ഒന്ന്, ഫിക്സഡ് ടേം എംപ്ലോയീസ്. ഫിക്സഡ് ടേം എംപ്ലോയീസ് എന്നാൽ നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം, പുതിയ രീതി വരുമ്പം പെർമനന്റ് ജോബ് ഇല്ലാതാകുന്നു. റിട്ടയർമെന്റ് വരെ നമ്മൾ ജോലി കയറുകയാണെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് വരെ ആ സ്ഥാപനത്തിൽ നിൽക്കുന്നുള്ളൊരു ആസ്പെക്ട് ഇല്ലാതാകുകയാണ്. ഇതെല്ലാം കരാറാകുകയാണ്. 1 കൊല്ലോ 2 കൊല്ലോ 5 കൊല്ലം കരാറാണ്. അതാണ് ഫിക്സഡ് ടേം എംപ്ലോയീസ്. മറ്റേത് ഇല്ലാതാകുകയാണ്, പെർമനന്റ് ജോബ്. കോൺട്രാക്ട് വർക്കേഴ്സ്, വിമൻ വർക്കേഴ്സ്, പിന്നെ ഗിജ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് നമ്മുടെ യൂബർ ഡ്രൈവേഴ്സ്, അതുപോലെ ഫുഡ് കൊണ്ടുതരുന്ന, സൊമാറ്റോ കൊണ്ടുതരുന്ന അവരൊക്കെയാണ് പറയുന്നത്. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, പിന്നെ ചെറുകിട സംരംഭകർ, പിന്നെ ഓഡിയോ വിഷ്വൽ ഡിജിറ്റൽ മീഡിയയിലുള്ളവർ, BD ആൻഡ് സിഗർ വർക്കേഴ്സ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വർക്കേഴ്സ്, ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്, ഖനി തൊഴിലാളികൾ, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയും ITES എന്ന് പറയുമ്പോൾ ഇത് കണക്റ്റഡ് അല്ല. ഇപ്പൊ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഒക്കെ ITES ആണ്, IT കൃത്യമായിട്ട് വരുന്നതല്ല. അത് എക്സ്പോർട്ട് സെക്ടർ.
നിങ്ങൾ നോക്കണം, ഇത്രയും ആളുകളെ ബാധിക്കുന്ന പ്രശ്നം ന്യൂനപക്ഷത്തെയാണോ, ഇന്ത്യൻ ന്യൂനപക്ഷത്തെയാണോ ബാധിക്കുന്നത്? ഏറെക്കുറെ നമ്മൾ കാണുന്ന എല്ലാ തൊഴിൽ മേഖലകളും ഇതിൽ വരും അല്ലേ? അതെ. അങ്ങനെ വരാത്തതിൽ ഒന്നാണ് ശശി തരൂരിനെ പോലെയുള്ളവരുടെ പ്രവർത്തന മേഖല, രാഷ്ട്രീയം, ജനസേവനം. നമ്മൾ ഈ നിയമം എന്താണെന്നൊക്കെ, പുതിയ ലേബർ കോഡ് 29 കേന്ദ്ര നിയമങ്ങളെ 4 നിയമങ്ങളിലായി കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയാണ് പുതിയ ലേബർ കോഡ്. ആ 4 എണ്ണം ഇവയാണ്: ദ കോഡ് ഓഫ് വേജസ്, ദ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്. 3, ദ ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്. 4, ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. 29 കേന്ദ്ര നിയമങ്ങളാണ് കേട്ടോ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിരിക്കുന്നത്. അതിലില്ലാത്ത പോലും വരേണ്ടതാണ്. പക്ഷെ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതിലുള്ള പല തൊഴിലാളികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പോലും ഇതിലില്ലാതായി. അതെന്താ നമുക്ക് നോക്കാം. ഓരോ കോഡിലുമുള്ള പ്രധാനപ്പെട്ട തൊഴിലാളി വിരുദ്ധതയും മുതലാളി പ്രീണനവും എന്തൊക്കെയെന്ന് നോക്കാം. ഇപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് നമ്മൾ ആദ്യം എടുക്കുകയാണെങ്കിൽ, ഈ നിയമം തൊഴിലാളി സമരത്തെ നിരോധിക്കുന്നില്ല, പക്ഷെ പ്രായോഗിക തലത്തിൽ തൊഴിലാളി സമരത്തെ അസാധ്യമാക്കി തീർക്കുന്നു. അതിങ്ങനെയാണ് ആ പ്രോസസ്സ്. സമരത്തിന് 14 ദിവസത്തിന് മുമ്പ് മുൻകൂർ നോട്ടീസ് നൽകണം. 14 ദിവസത്തിന് മുൻകൂർ നോട്ടീസ് തരാത്ത സമരങ്ങളൊക്കെ ഇല്ലീഗൽ സ്ട്രൈക്സ് ആണ്. ഇത് നിലവിൽ ഈ സ്ട്രൈക്ക് നോട്ടീസ് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഒക്കെ അനുസരിച്ച് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത് ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ നോട്ടീസ് കൊടുക്കണം. അതൊക്കെ ഉണ്ട്. പക്ഷേ പുതിയ ഇതനുസരിച്ച് എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. ഇനി നോട്ടീസ് കിട്ടിയാൽ ഉടൻ സമരം ഒഴിവാക്കാനുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ തുടങ്ങും. പണ്ട് ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെടുന്നിടത്താണ് സമരം തുടങ്ങിയിരുന്നത്, സമരത്തിന് നോട്ടീസ് കൊടുത്തിരുന്നത്. ഇപ്പം അത് മാറ്റി, നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തുതീർപ്പിനുള്ള ചർച്ചകൾ തുടങ്ങും. ഈ ചർച്ചയുടെ കാലയളവിൽ സമരം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഇനി ഒത്തുതീർപ്പ് ചർച്ചകൾ തീർക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അവിടെയാണ് അതിന്റെ ക്യാച്ച്. നിങ്ങൾ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ റെക്കൺസിലിയേഷൻ പ്രോസസ് തുടങ്ങുന്നു. റെക്കൺസിലിയേഷൻ പ്രോസസ്സിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സമരം ചെയ്യാൻ പാടില്ല. നോട്ടീസ് കൊടുത്ത് 60 ദിവസം സമരം ചെയ്തിരിക്കണം. ഇതിനർത്ഥം ഒത്തുതീർപ്പ് ചർച്ചകൾ തുടങ്ങുന്നതോടെ സമരം ചെയ്യാനുള്ള സാധ്യതകൾ അപ്രായോഗികമായി കഴിഞ്ഞു. കാരണം നേരത്തെ പറഞ്ഞ പോലെ 14 ദിവസത്തെ നോട്ടീസ് കൊടുത്ത സമരത്തിന്റെ കാലപരിധി 60 ദിവസമാണ്. അതായത് നോട്ടീസ് കൊടുത്ത് 60 ദിവസം സമരം നടത്തിയിരിക്കണം. അതോടൊപ്പം തന്നെയാണ് കാലപരിധി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒത്തുതീർപ്പ് സമിതിയുടെ പ്രവർത്തന സമയത്ത് സമരം നടത്തിക്കൂടാ എന്ന നിബന്ധനയും. എങ്ങനെയാണ് സമരം ഇല്ലാതാക്കുന്നതുണ്ടോ? എല്ലാം കൂടി വായിച്ചാൽ ഒരു കാര്യം വ്യക്തം: നിയമപരമായ സമരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാത്രമല്ല സമസ്ത തൊഴിൽ മേഖലകളിലും അസാധ്യമായി തീരും. ഇത്തരം നിയമങ്ങൾ ലംഘിച്ച് സമരം നടത്തിയാൽ അത് ക്രിമിനൽ കുറ്റമാണ്. 1 മാസം വരെയുള്ള തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. നമ്മള് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇല്ലായിരുന്നതാണ് ഈ നിയമങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം. ഇനി എല്ലാ മേഖലകളിലും ഫിക്സഡ് ടേം സമ്പ്രദായം പ്രാവർത്തികമാക്കും. ഫിക്സഡ് ടേം എന്നത് കരാർ സമ്പ്രദായത്തിന്റെ പുതിയ പേരാണ്. ആർക്കും സ്ഥിര തൊഴിലില്ല. കരാർ കാലയളവിൽ 1-2 വർഷത്തെ കരാർ, അത് തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ പുതുക്കാം. അപ്പോൾ ജോലി സ്ഥിരത എന്നത് തൊഴിലാളിക്ക് ഇല്ലാതാകും. അതോടെ കരാർ പുതുക്കി കിട്ടാൻ വേണ്ടി തൊഴിലുടമ പറയുന്നതനുസരിച്ച് ചൂഷണം ചെയ്യപ്പെടാൻ നിർബന്ധിതനാകും. മനസ്സിലായി? അല്ലെങ്കിൽ അയാളുടെ കരാർ പുതുക്കില്ല. അവകാശ സമരത്തിനുള്ള അധികാരം നിയമപരമായി തന്നെ അബോർട്ട് ചെയ്യുന്നതിനോടൊപ്പമാണ് ആഴ്ചയിൽ 48 മണിക്കൂർ ജോലിയും 1 ദിവസം അവധിയും എന്ന നിലവിലുള്ള ലോകത്താകമാനമുള്ള വ്യവസ്ഥയെ അട്ടിമറിക്കുന്നത്. അതിങ്ങനെയാണ്. നിലവിലെ രീതി ആഴ്ചയിൽ 48 മണിക്കൂർ ജോലിയാണ്. അതായത് ശരാശരി 1 ദിവസം 8 മണിക്കൂർ ജോലി. 1 ദിവസം 8 മണിക്കൂർ എന്ന് പറയുന്നില്ല, ആഴ്ചയിൽ 48 അതാണ്. പുതിയ ലേബർ കോഡ് അനുസരിച്ച് ആഴ്ചയിൽ 48 മണിക്കൂർ എന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ 1 ദിവസം എത്ര മണിക്കൂർ വരെ ആകാം എന്നത് അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. ആഴ്ചയിൽ 48 മണിക്കൂറാണ്. അപ്പൊ ആവറേജ് 1 ദിവസം അവധിയാകുമ്പോൾ ആവറേജ് 8 മണിക്കൂറിലെ വരേണ്ടത്. അതിന് പുതിയ കണക്കിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ആഴ്ചയിൽ 48 മണിക്കൂർ എന്ന ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ 1 ദിവസം എത്ര മണിക്കൂർ വരെ ആകാമെന്ന് അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാണ്. ഇതനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് വേണമെങ്കിൽ ദിവസം 12 മണിക്കൂർ ഒരു പ്രവർത്തന സമയമാക്കാം.
ഈ 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, നമ്മുടെ നാരായണമൂർത്തി ഇൻഫോസിസിൽ ഇതിനു മുമ്പ് പറഞ്ഞത് 12 മണിക്കൂറാക്കണം പ്രവൃത്തി സമയം എന്ന് പറഞ്ഞത്. പിന്നെ ലാർസൺ ആൻഡ് ടോർബോയുടെ CEO പറഞ്ഞത് 12 മണിക്കൂറാക്കണം. പുള്ളി പറഞ്ഞ വേറെ തമാശ കൂടെ അതിനകത്ത്. വീട്ടിൽ വന്ന് എന്ത് ചെയ്യാനായിട്ടാണ്? എത്ര നേരം നിങ്ങൾക്ക് ഭാര്യയുടെ മുഖത്ത് നോക്കിയിരിക്കാൻ ഒക്കുന്നു? അയാൾ ചോദിച്ച ചോദ്യമാണ്. ശരിയാണ്, അയാൾക്ക് അയാളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിരിക്കാൻ ഒക്കില്ലായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് മറ്റു ചില ആളുകളുടെ മുഖത്ത് നോക്കാനുള്ള സമയം വേണം. വീട്ടിൽ ഇരിക്കാൻ ഒക്കില്ല. അയാളുടെ ഭാര്യ അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്, എത്ര നേരം തന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കണമെന്ന്. അതായത് ഒരു തൊഴിലുടമ പറയുകയാണ്, ഒരു L&T പോലൊരു സ്ഥാപനത്തിന്, നിങ്ങൾ വീട്ടിൽ വന്ന് എത്ര നേരം ഭാര്യ നോക്കിക്കൊണ്ട് ജോലി ചെയ്യാൻ പോയി. എത്ര ലാഘവത്തോടെയാണ് ഇവരെല്ലാം തൊഴിൽ രീതികളൊക്കെ കാണുന്നത്. അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 12 മണിക്കൂർ വേണം പ്രവർത്തന സമയമാക്കാം. ഒരു സംസ്ഥാനത്തിന് വേണ്ടി അങ്ങനെ ഉത്തരവിടാം. അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് തൊഴിലാളികൾക്ക് ആഴ്ചയിൽ 4 ദിവസത്തെ ജോലി കൊടുക്കാം. അതായത് 4 × 12 48. ബാക്കി 3 ദിവസം അവധി. എന്നാൽ അടുത്ത 3 ദിവസം മറ്റൊരു ഗ്രൂപ്പ് തൊഴിലാളികളെ കൊണ്ടും 15 മണിക്കൂർ വെച്ച് ജോലി ചെയ്യിപ്പിക്കാം. 3 × 15 45 മണിക്കൂർ. ഇതിലൂടെ ഇരട്ട തൊഴിലാളികൾക്ക് ജോലി നൽകി എന്ന വീമ്പ് പറച്ചിൽ നടത്താം. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? 6 ദിവസം കൊണ്ട് ചെയ്യേണ്ട ആകെ ഒരാഴ്ചത്തെ ജോലി സമയം ഒരു വിഭാഗം തൊഴിലാളികളെ കൊണ്ട് 4 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യിക്കുന്നു. ബാക്കി 3 ദിവസം കൊണ്ട് മറ്റൊരു വിഭാഗം തൊഴിലാളികളെ കൊണ്ട് 45 മണിക്കൂറും. അപ്പോൾ ആകെ ആഴ്ചയിൽ തൊഴിലാളികൾ ചെയ്യുന്ന മണിക്കൂർ 93. തൊഴിലാളികളുടെ മേൽ അമിതഭാരം കയറ്റിവെച്ചാണ് തൊഴിലുടമ ഈ നേട്ടം കൈവരിക്കുന്നത്. മാത്രമല്ല 8 മണിക്കൂറിന് മുകളിലുള്ള, അത് വളരെ പ്രധാനപ്പെട്ടാണ്, നിലവിലെ നിയമം അനുസരിച്ച് 8 മണിക്കൂറിന് മുകളിലുള്ള സമയത്തെ ഓവർ ടൈം ആയാണ് നിലവിൽ കണക്കാക്കുന്നത്. ഓവർ ടൈമിന് ഇരട്ടി ശമ്പളം കൊടുക്കണം, കൂടാതെ ഓവർ ടൈം അലവൻസും കൊടുക്കണം. അതിപ്പോൾ പൂർണ്ണമായും ഇല്ലാതാക്കാം. 8 മണിക്കൂറിന് മുകളിൽ പണി ചെയ്യിക്കാം, അതിന് ഇരട്ടി ശമ്പളം കൊടുക്കുകയും വേണ്ട. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഭാഗക്കാരെ കൊണ്ട് 12 മണിക്കൂർ പണി ചെയ്യിക്കുന്നു. മറ്റേതാണെങ്കിൽ 8 മണിക്കൂർ, പിന്നെ ഉള്ള 4 മണിക്കൂറിന് ഇരട്ടി ശമ്പളം എന്ന് പറയുമ്പോൾ 8 മണിക്കൂറിന് കൊടുക്കേണ്ട പണം അവിടെ കൊടുക്കണം. ഇവിടെ അത് വേണ്ട. 12 മണിക്കൂർ 1 മണിക്കൂറിന് കൊടുത്താൽ മതി. ബാക്കിയുള്ള ആളെ കൊണ്ട് പിന്നെ ഒരു ബാച്ചിനെ കൊണ്ട് 15 മണിക്കൂർ 12 മണിക്കൂർ 16 അത് ചെയ്യിക്കാം. അവർക്കും 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മിച്ചമുള്ള അവേഴ്സിന് ഇരട്ടി ശമ്പളം കൊടുക്കണ്ട. മനസ്സിലായോ? അതിന്റെ ഓവർ ടൈം അലവൻസ് എന്നുള്ളത് കംപ്ലീറ്റ് എടുത്ത് കളയുന്നു. എങ്ങനെയാണ്? തൊഴിലാളികളെ കൂടുതൽ മണിക്കൂർ പണി ചെയ്യിച്ചുകൊണ്ട്. ദിവസം 8 മണിക്കൂർ ജോലി സമയം എന്നത് തൊഴിലാളികൾ നേടിയെടുത്ത അവകാശമാണ്. അത് ദീർഘനാളത്തെ സമരങ്ങളെ തുടർന്നാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് സമരം ചെയ്യാനുള്ള അവകാശം. അപ്പൊ 19-ാം നൂറ്റാണ്ടിൽ തൊഴിൽ തർക്കങ്ങളുടെയും തൊഴിലാളി സമരങ്ങളുടെയും സമരങ്ങളെ അടിച്ചമർത്തലിന്റെയും ചോരപ്പുഴകളുടെ ഒക്കെ കഥയാണ് 19-ാം നൂറ്റാണ്ട്. 1886 അമേരിക്കയിലെ ചിക്കാഗോയിലെ ഹെയ് മാർക്കറ്റിൽ ദിവസം 8 മണിക്കൂർ തൊഴിൽ എന്ന പ്രഖ്യാപന സമരം തുടങ്ങി. മെയ് 1-നായിരുന്നു സമരം തുടങ്ങിയത്. 4 ലക്ഷത്തോളം തൊഴിലാളികളാണ് സമരം ചെയ്തത്. അടുത്ത വർഷം യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പിന്നെ ഒട്ടുമിക്കവാറും രാജ്യങ്ങളിലും 8 മണിക്കൂർ തൊഴിൽ എന്നത് നിയമപരമായി. അതോടൊപ്പം തന്നെ സമരം ചെയ്യാനുള്ള അവകാശവും. 140 വർഷത്തെ തൊഴിലാളികളുടെ അവകാശത്തെയാണ് ഒരു ലേബർ കോഡ് വഴി ഇന്ത്യ ഗവൺമെന്റ് ഇല്ലാതാക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് തൊഴിലാളികൾ ഫെബ്രുവരി 12 ദേശീയ പണിമുടക്കം നടത്തി. ഇതിനെയാണ് ശശി തരൂർ എന്ന പൊളിറ്റിക്കൽ പ്ലേ ബോയ് അപഹസിച്ചത്. RSSന്റെ തൊഴിലാളി സംഘടനയായ BMS ഒഴിച്ച് പ്രധാനപ്പെട്ട എല്ലാ തൊഴിലാളി സംഘടനകളും സമരത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTC ഉൾപ്പെടെ. അപ്പോൾ ശശി തരൂർ ആർക്ക് വേണ്ടിയാണ് സമരത്തെ തള്ളിപ്പറഞ്ഞത്? ഈ BMSന് വേണ്ടിയല്ലേ? BJPയിലേക്ക് കടന്നു ചെല്ലാനുള്ള പാലത്തിന് ശശി തരൂർ വീണ്ടും തറക്കല്ലിടുകയാണ്. പുതിയ ലേബർ കോഡ് പോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. ആ നിയമം കൊണ്ടുവന്ന രീതിയും അത് ഭയങ്കര അട്രോഷ്യസ് ആണ് കേട്ടോ. കാരണം ഇന്ത്യയിലെ ലേബർ പോളിസികൾ ചർച്ച ചെയ്യുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമുള്ള അംഗീകൃത ഫോറമാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ്. ഇന്ത്യയുടെ ലേബർ പാർലമെന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗവൺമെന്റും തൊഴിലുടമയും തൊഴിലാളികളും ഉൾപ്പെടുന്ന ഒരു ബോഡിയാണിത്. സ്വാതന്ത്ര്യാനന്തരം ഉണ്ടാക്കിയ ഈ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ആണ് തൊഴിൽ, സാമൂഹ്യ സുരക്ഷ, കൂലി തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത്. എന്നാൽ 2015 ശേഷം, അതായത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നാളിതുവരെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് കൂടിയിട്ടില്ല. ഈ 29 തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ച് 4 പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ, മുമ്പാണ് ചർച്ച ചെയ്യേണ്ടത്, ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചുകൂടിയോ അവരുമായിട്ട് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതായത് നിയമം തന്നെ തൊഴിലാളി വിരുദ്ധമാണ്. ആ നിയമം കൊണ്ടുവന്ന രീതി തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്.
ഇന്ത്യൻ പാർലമെന്റിനെയും ഇന്ത്യൻ ഭരണഘടനയും വരെ നോക്കുകുത്തിയാക്കുന്നവർക്ക് ഇന്ത്യൻ ലേബർ കോൺഫറൻസിനെ നോക്കുകുത്തിയാക്കുന്നതിൽ എന്ത് പ്രയാസമാണ് ഉണ്ടാകേണ്ടത്? ഇതെല്ലാം ഈ ശശി തരൂർ പറയുമ്പോൾ ഇതെല്ലാം കൂടെ പുള്ളി കാണണം. ഹൗ ഇറ്റ് വാസ് ഫോർമുലേറ്റഡ്. വേണ്ടേ? സമരം ചെയ്യാനുള്ള അവകാശത്തെയും ദിവസം 8 മണിക്കൂർ എന്ന അവകാശത്തെയും ദൂരെ എറിഞ്ഞ അതേ ലാഘവത്തോടെയാണ് നിലവിലുള്ള സാമൂഹ്യ സുരക്ഷയെ പോലും ദൂരെ എറിഞ്ഞത്. 20 തൊഴിലാളികൾ കൂടുതലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഇനി മുതൽ പ്രോവിഡന്റ് ഫണ്ടിന്റെ പരിധിയിൽ വരുള്ളൂ. ചെറുതും ഇടത്തരവുമായ തൊഴിൽ സ്ഥാപനങ്ങളിലെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് പ്രോവിഡന്റ് ഫണ്ടിന്റെ ആനുകൂല്യങ്ങളുടെ പുറത്തേക്ക് പോകാൻ പോകുന്നത്. തൊഴിലാളികളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഉത്തരവാദിത്വം ഇനി തൊഴിലുടമയ്ക്കില്ല. ഏറെ കിരാതമെന്ന് പറയാവുന്ന ലേബർ കോഡ് ഇന്ത്യയിലെ തൊഴിൽ രംഗത്തെ 50% വരുന്ന കാർഷിക തൊഴിലാളികളെ പാടെ വിസ്മരിച്ചിരുന്നു. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സീറോ ടാക്സുമായിട്ട് ഇന്ത്യൻ വിപണിയിൽ വന്നു നിറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള കൃഷിക്കാർക്ക് എന്തിന്റെ സുരക്ഷയാണ് ആവശ്യം? അതാണ് ഈ ചോദ്യം. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ആ തൊഴിൽശാലയിലെ 100 തൊഴിലാളികളോ ആകെ തൊഴിലാളികളുടെ 10% തൊഴിലാളികൾ സംഘടനയുടെ അംഗമായിരിക്കണം. കൂടാതെ തൊഴിൽ തർക്കത്തിൽ പങ്കെടുക്കാനുള്ള തൊഴിലാളി സംഘടനകളുടെ അംഗബലം ആ തൊഴിൽ സ്ഥാപനത്തിലെ 75% തൊഴിലാളികളുടേതാകണം. ഇന്റർനാഷണൽ ലേബർ ILOയുടെ മുന്നോട്ട് വെച്ച കളക്റ്റീവ് ബാർഗൈനിങ് എന്ന ആശയത്തെയാണ് ഇത് തച്ചുടയ്ക്കുന്നത്. ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വേണം ശശി തരൂരിന്റെ തീർത്തും തൊഴിലാളി വിരുദ്ധവും എന്നാൽ മുതലാളി പ്രീണനവും കോൺഗ്രസിന്റെ INTUC വിരുദ്ധവും എന്നാൽ RSSന്റെ BMS പ്രീണനവുമായ പ്രസ്താവന നോക്കിക്കാണാൻ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ എടുക്കാച്ചരക്കിനെ വലിച്ചെറിയാത്തത്? എന്തുകൊണ്ടാണ് CITU INTUC ഇത്രയും തൊഴിലാളി വിരുദ്ധ പ്രസ്താവന നടത്തിയ രാഷ്ട്രീയ വിരുദ്ധനെ തടയുന്നില്ല? സോഷ്യൽ മീഡിയയിലൂടെ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ഈ പൊളിറ്റിക്കൽ ബഫൂണിനെ എന്തിനാണ് മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പതനം എത്രത്തോളമായി എന്ന് മനസ്സിലാക്കാൻ ശശി തരൂരിന്റെ നാളിതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം മാത്രം നോക്കിയാൽ മതി. അതിന്റെ എല്ലാം എപ്പിറ്റോമാണ് രാഷ്ട്രീയ തകർച്ചയുടെ രാഷ്ട്രീയ മൂല്യങ്ങളുടെ തകർച്ച. എല്ലാത്തിനെയും പുള്ളി എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ പുള്ളി 1-2 പോസ്റ്റ് ഇടും. സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് പുള്ളിയുടെ രാഷ്ട്രീയ പ്രവർത്തനം. പുള്ളിയുടെ സ്വന്തം മണ്ഡലമായ തിരുവനന്തപുരത്തെ ഈ വിഴിഞ്ഞത്തെ തൊഴിലാളികളുടെ കാര്യം എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? വെറുതെ തമാശക്കെങ്കിലും ഒരു കാഴ്ച കാണാൻ പോകുന്ന ലാഘവത്തെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനോടൊപ്പം ഏതെങ്കിലും ശശി തരൂർ നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് കുറച്ചും കൂടി ഈ കടിച്ചപ്പൊട്ടാത്ത വാക്കുകൾ ഇൻവെന്റ് ചെയ്യുന്നതിലാണ് ശ്രദ്ധ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പിന്നെ ഈ സ്ട്രൈക്കിനെ പറ്റി പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീവ്ര യൂണിയനിസം എന്നാണ്. വ്യവസായങ്ങളെ തുരത്തിയ തീവ്ര യൂണിയനിസം ഇനി ജനങ്ങളെ വീടുകളിൽ തടവിലാക്കും എന്നൊക്കെയാണ് അദ്ദേഹം വെച്ച് കാച്ചിരിക്കുന്നത്. അത് പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ചില പഠിപ്പിസ്റ്റുകളുണ്ട്. പുതിയ വാക്കുകളും കൊണ്ട് രാവിലെ വരും. ഇന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ആ നിലവാരത്തിലുള്ള ഒരു മനുഷ്യൻ. ഇയാളുടെ ഇംഗ്ലീഷ് ഭാഷ കേൾക്കാനാണോ നമ്മൾ ഇയാളെ? അതിന് നമ്മൾ നല്ല ഇംഗ്ലീഷ്. പിന്നെ അയ്യപ്പ പണിക്കരെ പണ്ട് ഇവിടുത്തെ MP ആക്കിയാൽ പോരെ? അയാൾക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയാമായിരുന്നല്ലോ. ഡോക്ടർ അയ്യപ്പ പണിക്കർ കവിത എഴുതുമായിരുന്നു. ഇതാണ് ഒരാളുടെ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ഇതുപോലെ സമരം വരുമ്പോ എന്താണ് അതിന്റെ ബേസിക് സാധനം എന്നതിനെ കുറിച്ചല്ലേ അയാൾ പറയേണ്ടത്? ഉറപ്പായിട്ടും സ്വന്തം പാർട്ടി തന്നെ പിന്തുണച്ച ഒരു പണിമുടക്കിനെയാണ് ഇത്തരത്തിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ടും സാർ പറഞ്ഞതുപോലെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അതിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് പാർട്ടി ഈ ഒരു വിമർശനത്തിനെതിരെ അല്ലെങ്കിൽ ഈ വിമർശനത്തിൽ പാർട്ടി ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല? ഇതുവരെ പാർട്ടി മിണ്ടുന്നില്ല. പക്ഷെ ഏതെങ്കിലും വേറെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇവർ അഭിപ്രായം പറയും ഉടനെ തന്നെ. INTUCക്കാർ എന്തുകൊണ്ട് ഇയാൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇയാളെ തടയണേ? താൻ പറഞ്ഞതിന് തെറ്റ് ഇവർ ഖരാബയൊക്കെ ചെയ്യുമല്ലോ ട്രേഡ് യൂണിയൻ മുതലാളിമാരെ അല്ല ഇതുപോലുള്ള മനുഷ്യരെ കൂടെ നിന്നിട്ട് ചതിക്കുന്ന മനുഷ്യരെ അവര് ഖരാബ് ഇയാൾ താൻ പറഞ്ഞത് തിരുത്തിയിട്ട് താൻ പോയാൽ മതി എന്ന് പറയണം. അതെന്തുകൊണ്ട് ഇവിടുത്തെ INTUCക്കാരൊന്നും പറയാത്തത്? അതെ, തീർച്ചയായിട്ടും സർ.